പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ആ വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ്. കലേഷ് പറഞ്ഞ സത്യങ്ങളെല്ലാം റാംമോഹൻ തിരിച്ചറിയുന്നു. ഇതോടെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിനെ നേരിട്ട് പോയി കാണണം എന്നുള്ള തീരുമാനം എടുക്കുകയായി റാംമോഹൻ. ഇതേ സമയം എന്താണ് വെച്ചാൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കയറി വരികയാണ് റാംമോഹന്റെ മകളായ ഇഷ. പക്ഷേ ഇഷയോട് എങ്ങനെ കാര്യങ്ങൾ പറയും എന്നറിയാതെ പകച്ചു പോകുന്ന റാംമോഹൻ ഓഫീസിലേക്ക് പോലീസ് വന്നിരുന്നു എന്നും ഓഫീസിൽ വെച്ച് പോലീസ് പറഞ്ഞത് അഭിഷേക് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ്. തെളിവുകൾ സഹിതമാണ് അവർ ഓഫീസിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേക് നമ്മളെ വഞ്ചിക്കുകയാണോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എനിക്ക് സത്യങ്ങൾ അറിയണം. എന്നെയും എൻ്റെ മകളെയും അവൻ ചതിക്കുകയായിരുന്നു എന്ന് അറിയുകയാണ് എങ്കിൽ ജീവനോടെ വെക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന റാംമോഹൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ആകെ ഞെട്ടിപ്പോകുന്ന ഇഷ ഇതേ തുടർന്ന് വീട്ടിലെ വേലക്കാരിയെ ചെന്ന് കാണുന്നു. ഇഷ ആകെ പകച്ച് ഇരിക്കുന്നത് കാണാൻ ഇടയാകുന്ന വീട്ടിലെ വേലക്കാരി, എന്താണ് സംഭവിച്ചത് ഇഷ? കാര്യങ്ങൾ എന്നോട് പറയൂ, എനിക്ക് കാര്യങ്ങൾ അറിയണം. ഇത് കേൾക്കുന്ന ഇഷ, എനിക്കിപ്പോൾ എന്താണ് എൻ്റെ ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല ചേച്ചി. മാത്രവുമല്ല, ഇപ്പോൾ ഓഫീസിലേക്ക് പോലീസ് വന്നിരുന്നു. അവർ പറഞ്ഞത് അഭിഷേകിന്റെ വിവാഹം മറ്റൊരു പെൺകുട്ടിയുമായി കഴിഞ്ഞു എന്നാണ്. ഈ കാര്യം കേൾക്കുന്ന വീട്ടിലെ വേലക്കാരിയാകെ ഞെട്ടിപ്പോകുന്നു. എന്ത്? അപ്പോൾ അഭിഷേക് പാവമായി അഭിനയിച്ചതാണോ? എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് അവൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതാണോ? എനിക്ക് അറിയില്ല ചേച്ചി എന്ന് വ്യക്തമാക്കുന്ന ഇഷ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവന് സാധിക്കുമോ? ഞാൻ ഒരിക്കലും അവനിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് അത്രയധികം വിശ്വാസമായിരുന്നു അവനെ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, എന്തായാലും റാംമോഹൻ സാർ സത്യങ്ങൾ അറിയുന്നതിനായി പോയിട്ടുണ്ടല്ലോ. സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്കൊരു തീരുമാനമെടുക്കാം. അതുവരെ ഒന്ന് കാത്തിരിക്കൂ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വേലക്കാരി. അപ്പോഴേക്കും ഇഷയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇഷ കരഞ്ഞു തുടങ്ങി. ഇതോടെ ഇഷയെ കെട്ടിപ്പിടിക്കുന്ന വീട്ടിലെ വേലക്കാരി, അഭിഷേക് ചതിക്കുകയൊന്നുമില്ല, ഇഷ യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ സങ്കടം സഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇഷ വന്നു നിൽക്കുന്നത്. ഇതേ സമയം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആകെ തകർന്നു പോകുന്ന അഭിഷേക്, ഞാൻ ദേവബാലയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ വിവാഹം ഇഷയുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ദേവബാല ആരാടാ? നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ? അവളുടെ അച്ഛനും കൂട്ടരും പറഞ്ഞല്ലോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് എന്ന്. ഇത് കേൾക്കുന്ന അഭിഷേക്, അത് അവർ എന്നെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിച്ചതാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം താലി കെട്ടിയതല്ല. ഇത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അതെന്താടാ, നീ തമാശയ്ക്ക് നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കഴുത്തിൽ താലി കെട്ടാനാണോ നടക്കുന്നത്? നീ എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നത്? മര്യാദയ്ക്ക് ദേവബാല എവിടെയാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പോലീസിന്റെ നല്ല ഇടി നിനക്ക് കിട്ടും. അപ്പോൾ സത്യം മണിമണിയായി നീ തന്നെ പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറയിക്കണോ? നീ തന്നെ ആലോചിച്ചുകൊണ്ട് സത്യം പറ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സോഹൻ മുന്നിലേക്ക് വരികയും ഇവൻ പറഞ്ഞത് സത്യമാണ്. ദേവബാലയ്ക്ക് തലയ്ക്ക് അസുഖമുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഞങ്ങൾ അവളെ പലതവണ ആ രൂപത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞതോ? അദ്ദേഹം നുണ പറയുകയാണ്.
വേണമെങ്കിൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കൂ, ദേവബാലയ്ക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുമുണ്ട് എന്ന് സോഹൻ പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ. പക്ഷേ അധികനാൾ നിനക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഉടൻ തന്നെ ഞങ്ങൾ ദേവബാലയെ കണ്ടെത്തും. അന്ന് നിന്നെ ഞങ്ങൾ ഇടിച്ച് പരുവമാക്കി തരാമെടാ എന്ന് പറഞ്ഞ് പോലീസുകാർ പോകുമ്പോഴാണ് റാം മോഹൻ അവിടേക്ക് കടന്നു വരുന്നത്. ഇതോടെ റാം മോഹൻ അഭിഷേകിനെ ചെന്ന് കാണുകയാണ്. ഇതേ തുടർന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണോടാ? നീ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നല്ലേ? എടാ ചതിയ എന്ന് പറയുന്ന റാം മോഹൻ അവിടെ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലീസുകാർ ഇടപെടുകയാണ് വീണ്ടും. ഇതോടെ ഇവൻ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോവുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റാം മോഹൻ ഇത്രയും വലിയൊരു ചതിയനാണ് ഇവൻ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇവനെ ഞാൻ അത്രയധികം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവന് എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ തന്നെ തയ്യാറായത്. പക്ഷേ ഇത്രയും വലിയ ഫ്രോഡായ ഇവനെ ഇനി ഞാൻ എൻ്റെ ഓഫീസിൽ പോലും കേറ്റുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നെ വിശ്വസിക്കണം സാർ, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേവബാലയുടെ കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന റാംമോഹൻ, പിന്നെ എന്തിനാടാ നിന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്? നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നിന്നെ പൂജിക്കുന്നതിന് വേണ്ടിയാണോടാ അവർ ഇവിടേക്ക് വന്നത്? ഇനി നിന്റെ മുന്നിലേക്ക് വന്നു പോകരുത്, വന്നാൽ നിന്നെ വെടിവെച്ച് തീർക്കും ഞാൻ എന്നുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റാംമോഹൻ പോകാൻ ഒരുങ്ങുകയാണ്. ഇതോടെ ആകെ തകർന്നു പോവുകയാണ് അഭിഷേകിനെ ആശ്വസിപ്പിക്കുന്നതിനായി സോഹനം മുന്നിലേക്ക് വരികയും എന്തായാലും ഇതെല്ലാം കലങ്ങി തെളിയണമെങ്കിൽ ദേവബാലയെ നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെയും സോഹന്റെയും മുന്നിൽ. പക്ഷേ ഇതേ സമയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരവസരം അപ്രതീക്ഷിതമായി ദേവബാലയുടെ മുന്നിലേക്ക് തെളിഞ്ഞ് വരുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.